ലിസിക്കി ആരാണെന്നല്ലേ? മനം മയക്കുന്ന പ്രകൃതി സൗന്ദര്യം ലോകത്തിനു മുന്നിൽ കാഴ്ചവെക്കുന്ന ചൈനീസ് വ്ലോഗറാണ് ലിസിക്കി. അത് മാത്രമല്ല, അതിമനോഹരമായാണ് ലിസിക്കി വീഡിയോകൾ ചിത്രീകരിച്ചിരിക്കുന്നത്. പൂക്കളും മഞ്ഞും താഴ്വരകളുമെല്ലാം ചേർന്ന മനോഹര ഫ്രെയിമുകൾ കണ്ണുകളെ കുളിർപ്പിക്കും. പ്രകൃതിയിലെ സൂക്ഷ്മ മാറ്റങ്ങൾ, പൂക്കളും ചെടികളും വളരുന്നത്, പരമ്പരാഗത പാചകരീതികൾ, പേപ്പർ ക്രാഫ്റ്റിംഗ്, പട്ടുനൂൽ നിർമ്മാണം, മിഠായി പാക്കിംഗ്, പൂ പറിക്കൽ എന്നിങ്ങനെ നീളുന്ന വൈവിധ്യങ്ങളുടെ കലവറ തന്നെ ഈ ചാനലിലുണ്ട്. തൻ്റെ വീഡിയോകളിൽ വളരെ അപൂർവമായി ലിസിക്കി സംസാരിക്കാറുള്ളൂ. യൂട്യൂബിലെ സജസ്റ്റഡ് വീഡിയോകൾ നീക്കി പോകുന്നതിനിടെ ദേ മുന്നിലൊരു ചൈനീസ് പെൺകുട്ടി. നിഗൂഢമുഖമുള്ള പെൺകുട്ടിയെ കണ്ട് ഒന്ന് നോക്കിയേച്ചു വരാം എന്ന് പറഞ്ഞു പോയവരൊക്കെ ചാനലിലെ മുഴുവൻ വീഡിയോകളും കണ്ടാണ് മടങ്ങിയത്. പ്രാചീന ചായയുള്ള മനോഹരമായ ചൈനീസ് ഗ്രാമത്തിൽ ജീവിക്കുന്ന തദ്ദേശീയമായ വസ്ത്രങ്ങൾ അണിഞ്ഞ ലിസിക്കിയുടെ പ്രവർത്തികളാണ് ചാനലിലൂടെ മുന്നിലേക്കെത്തുന്നത്. മനം കുളിർപ്പിക്കുന്ന വീഡിയോകളിലൂടെ കോടിക്കണക്കിന് പേരെ ആകർഷിച്ച ലിസിക്കി എന്ന നിഗൂഢ സുന്ദരിയുടെ ജീവിതമറിയാൻ പലരും തിരക്കിപ്പോയി. ഒടുവിൽ ചൈനീസ് മാധ്യമ പ്രവർത്തക ലിസിക്കിയുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖം പുറത്തുവിട്ടതോടെയാണ് നിഗൂഢ സെലിബ്രിറ്റിയുടെ കഥ പുറം ലോകമറിഞ്ഞത്. അത്ര മനോഹരമല്ലാത്ത കുട്ടിക്കാലമായിരുന്നു ലിസിക്കിയുടേത്. ജീവിക്കാനായി പല ജോലികളും ചെയ്തതിനൊടുവിലാണ് സിനെ വെയ്ബോ എന്ന ചൈനീസ് മൈക്രോ ബ്ലോഗിംഗ് സൈറ്റിൽ വീഡിയോകൾ ചെയ്തു തുടങ്ങിയത്. ലിസിക്കിയുടെ വീഡിയോകളുടെ വിപണി സാധ്യത തിരിച്ചറിഞ്ഞ വെയ്ബോ തന്നെ ചാനൽ മിനുക്കിയെടുക്കുകയായിരുന്നു. വെയ്ബോയിൽ ലിസിക്കിക്ക് ഇപ്പോൾ 2 കോടിയിലേറെ ആരാധകരുണ്ട്. തൻ്റെ സങ്കല്പലോകമാണ് ക്യാമറയിലൂടെ മുന്നിലേക്ക് എത്തുന്നതെന്നും നഗരങ്ങളിലെ കുട്ടികൾ ഗ്രാമക്കാഴ്ചകളും പാരമ്പര്യവും അറിയാനുമാണ് തൻ്റെ ചാനലെന്നും അവൾ പറയുന്നു. 2015 മുതലാണ് ലിസിക്കി വീഡിയോകൾ നിർമ്മിക്കാൻ തുടങ്ങിയത്. ആദ്യം ഫോട്ടോഗ്രാഫിയും എഡിറ്റിംഗും ലിസിക്കി സ്വയം ചെയ്തു. ജനപ്രീതിയും അനുഭവ പരിചയവും നേടിയപ്പോൾ ഒരു പേഴ്സണൽ അസിസ്റ്റന്റിന്റെയും വീഡിയോഗ്രാഫറുടെയും സഹായത്തോടെ അവൾ തൻ്റെ വീഡിയോകൾ നിർമ്മിക്കാൻ തുടങ്ങി. ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബർമാരുള്ള ചൈനീസ് യൂട്യൂബ് ചാനൽ എന്ന രീതിയിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡും ലിസിക്കി സ്വന്തമാക്കി. എന്നാൽ കഴിഞ്ഞ 3 വർഷത്തോളമായി ലിസിക്കി ഒരു വീഡിയോ പോലും ചെയ്തിരുന്നില്ല. ചാനലിൽ അപ്ലോഡ് ചെയ്യാഞ്ഞത് എന്താണെന്ന് പലരും ആശ്ചര്യപ്പെട്ടു. അതേസമയം ചാനൽ പാർട്ട്ണർ കമ്പനിയുമായുള്ള നിയമപരമായ തർക്കം കോടതിയുടെ പരിഗണനയിൽ നിൽക്കുന്നതുകൊണ്ടാണ് അവൾ വീഡിയോ ചെയ്യാത്തതെന്നും പറയുന്നു. അവൾ സ്വന്തം കൃഷിഭൂമിയിൽ അധ്വാനിച്ച് വളർത്തിയെടുക്കുന്ന പച്ചക്കറികളും പഴങ്ങളും പല രൂപത്തിൽ തികച്ചും പരമ്പരാഗതമായി പാകപ്പെടുത്തുന്നു. മിക്സിയോ ഗ്രൈൻഡറോ ബേക്കിംഗ് സംവിധാനങ്ങളോ ഇല്ലാതെ ഐസ്ക്രീം, കേക്ക് അങ്ങനെ എന്ത് വേണമെങ്കിലും ലീ തയ്യാറാക്കും. വീടിന് ചുറ്റുമുള്ള തോട്ടത്തിൽ തന്നെ ധാരാളം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും വിളഞ്ഞു കിടക്കുന്നു. ലീക്കും അമ്മൂമ്മയ്ക്കും വേണ്ടതെടുത്ത് ബാക്കി പലതരത്തിൽ പാകപ്പെടുത്തി ജാമുകളായും അച്ചാറുകളായും ചില്ലുഭരണികളിൽ നിറച്ചു വയ്ക്കും. ഋതുഭേദങ്ങൾ അനുസരിച്ചാണ് ലീയുടെ വീഡിയോകൾ. പഴവർഗ്ഗങ്ങൾ കൂടുതൽ ലഭിക്കുന്ന സമയത്ത് അത് എങ്ങനെയൊക്കെ പാചകം ചെയ്യാം, കൂടുതലുണ്ടെങ്കിൽ എങ്ങനെ സൂക്ഷിക്കാം എന്നതൊക്കെയാകും വിഷയങ്ങൾ. ചൈനീസ് പാരമ്പര്യവും കലകളും ഏറെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് അത് പഠിക്കാനും ലീ സമയം കണ്ടെത്തുന്നു. ജോലി സ്ഥലത്തും അനുദിന ജീവിതത്തിലും വലിയ സമ്മർദ്ദത്തിലാണ് ഇന്നത്തെ ആളുകൾ. ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് പ്രകൃതിയുടെ സൗന്ദര്യം കാണാനും അവരുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും സാധിക്കുമെന്നാണ് ലീയുടെ വിശ്വാസം. 90കളുടെ ആരംഭത്തിൽ മെച്ചപ്പെട്ട ജീവിതവും ജോലിയും ലഭിക്കാൻ നഗരത്തിലേക്ക് കുടിയേറിയവരിൽ ഒരാളായിരുന്നു ലിസിക്കി. ബാർ ഹോട്ടലിൽ DJ ആയി കുറെ നാൾ അവൾ ജോലി ചെയ്തു. മുത്തച്ഛന്റെ മരണശേഷം ഗ്രാമത്തിലേക്ക് തിരിച്ചു വന്നു. മുത്തശ്ശിക്ക് കൂട്ടായിട്ടാണ് ലീ മെയ്നിങ് യാങ് എന്ന ഗ്രാമത്തിലേക്ക് താമസം മാറ്റുന്നത്. അവിടെയൊരു ഏദൻ തോട്ടം ഒരുക്കുന്നതും വളരെ പരമ്പരാഗത രീതിയിലുള്ള ജീവിത രീതിയാണ് വീഡിയോയിൽ അവൾക്കുള്ളത്. തൻ്റെ കുട്ടിക്കാലത്തെ ജീവിതത്തിന്റെ ആവിഷ്കാരമെന്നാണ് അവൾ പറയുന്നത്. അവളുടെ കുട്ടിക്കാലത്ത് ഭക്ഷണം മാത്രമല്ല വസ്ത്രവും ഇവിടെ തന്നെ തയ്യാറാക്കുമായിരുന്നു അത്രേ. അവൾക്ക് ആരാധകർ മാത്രമല്ല വിമർശകരുമുണ്ട്. ഗ്രേഡ് 4 പഠിക്കുമ്പോൾ ലിസിക്കിയുടെ പേര് ചൈനീസ് ലോക്കൽ ന്യൂസ് പേപ്പറിൽ വന്നിരുന്നു. സമ്പന്ന കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടല്ല, ടൗണിലെ നല്ല മനുഷ്യരുടെ സഹായം കൊണ്ട് സ്കൂൾ പഠനം തുടരാൻ സാധിച്ചവരുടെ ലിസ്റ്റിലായിരുന്നുവെന്ന് മാത്രം. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ പഠനത്തിനും മറ്റു സന്നദ്ധ പ്രവർത്തനങ്ങൾക്കും വേണ്ടി തൻ്റെ വരുമാനത്തിൽ ഒരു ഭാഗം അവൾ മാറ്റിവെക്കുന്നുണ്ട്. OCD ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്നൊരു അവസ്ഥയിലൂടെ ഭാഗികമായി കടന്നു പോകുന്നൊരു വ്യക്തി കൂടിയാണ് ലീ.
എന്തെങ്കിലും ഒരു ചിന്ത മനസ്സിനെ പിടികൂടുകയും അത് നിയന്ത്രിക്കാനാകാത്ത പെരുമാറ്റ വൈകല്യമായി മാറുകയും ചെയ്യുന്ന അവസ്ഥയാണ് OCD. എന്നാൽ അനുദിന ജീവിതത്തിൽ വളരെ കൂളായി കടന്നുപോകുന്നയാളാണ് താൻ എന്നാണ് ലീയുടെ അഭിപ്രായം. പക്ഷേ വീഡിയോയിലെ ഓരോ ഷോട്ടും തനിക്ക് മനസ്സിന് പിടിക്കുന്നതുവരെ എടുക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും അവൾ തയ്യാറല്ല. വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും ലീ തന്നെയാണ്. പ്രൊഫഷണൽ ക്യാമറമാൻ ഉണ്ടെങ്കിലും ചെറിയ കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചാണ് ഫൈനൽ വീഡിയോ അവൾ പുറത്തിറക്കുന്നത്. 2017 മെയ് വരെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചായിരുന്നു വീഡിയോ എഡിറ്റ് ചെയ്തിരുന്നത്. താൻ ഈ വീഡിയോകളിലൂടെ ഉദ്ദേശിക്കുന്നത് കാഴ്ചക്കാരിലേക്ക് എത്താൻ ചെറിയ ചെറിയ കാര്യങ്ങൾ വളരെ പ്രധാനമാണെന്ന് വിശ്വസിക്കുന്നവളാണ് ലീ. മാസങ്ങളോളം കഷ്ടപ്പെട്ടാണ് ചില വീഡിയോകൾ തയ്യാറാക്കുന്നത്. ലിസിക്ക് തയ്യാറാക്കുന്ന രുചികരമായ ഭക്ഷണം കഴിക്കാൻ ഭക്ഷണശാലകൾ തുറക്കുമോ എന്ന ആരാധകരുടെ ചോദ്യത്തിന് സമയമായിട്ടില്ല, കുറച്ചുകൂടി പ്രായമായി കഴിയുമ്പോൾ അതേക്കുറിച്ച് ആലോചിക്കാമെന്ന് അവൾ പറയുന്നു.